ആരോഗ്യത്തിൻ്റെ രഹസ്യം നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കുക. ശരിയാണ്, ഹെൽത്തി ആയിട്ടിരിക്കണം എപ്പോഴും. അതിന് ചെയ്യേണ്ട കാര്യം ചിരിച്ചുകൊണ്ടിരിക്കുക. മാക്സിമം എത്രത്തോളം സമയം നമുക്ക് ചിരിക്കാൻ പറ്റുമോ അത്രത്തോളം ചിരിക്കുന്നവർ ആയുസ് വർദ്ധിക്കുന്ന ഇതെൻ്റെ ഒരു അറിവ് മാത്രമാണ്. ഇത് ശരിയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ പണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള വീഡിയോയിൽ മസിൽ പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പം മിക്കവാറും ടൈം ചിരിച്ചുകൊണ്ടിരിക്കും. ചിരിക്കുമ്പോൾ മെയിനായിട്ട് എന്താ, മറ്റുള്ളവർ നമ്മൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. എപ്പോഴും ചിരിച്ചുകൊണ്ട് മെൻ്റലാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അത് ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. പോസിറ്റീവ് മൈൻഡോട് കൂടി മുന്നോട്ട് പോയാൽ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും, എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റും. ഇതെനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്ക്രബ് ഫീവറാണ്, പനിയുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ട് നല്ല പ്രോബ്ലമാണ്. സ്ക്രബ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള കാര്യമാണ്. സ്ക്രബ്, ഫേസ് സ്ക്രബ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട്, അത് ഓട്സ് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട്. നോർമലി വൈറ്റമിൻ സി ചേർന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഫ്രൂട്ട് ലിസ്റ്റിൽ വരുന്ന ഓറഞ്ച് എന്ന് പറയുന്നത്. ഓറഞ്ചിന് ഒത്തിരി ഹെൽത്തി ആയിട്ട് ഗുണങ്ങളുണ്ട്. സ്കിൻ ഗ്ലോക്ക് ABC എന്ന് പറയും പോലെയാണ് നമ്മുടെ ഓറഞ്ച്. അപ്പോൾ നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാകത്തില്ല, കുറച്ച് പറഞ്ഞങ്ങ് നിർത്താം. ഓറഞ്ചിൻ്റെ കുരു നിങ്ങൾ മിക്കവാറും എടുത്ത് കളയാറാണ് പതിവ്. ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ കുരു സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു 4-5 ഓറഞ്ച് എടുത്ത് ജ്യൂസ് അടിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ ജ്യൂസ് അടിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ടൈം, ജ്യൂസിനെക്കാളും കഴിക്കുന്നതിന് അങ്ങനെ ഓറഞ്ചിൻ്റെ കുരു മാത്രം എടുക്കുക. സീഡ് എടുത്തിട്ട് നന്നായിട്ട് ഒരു 4-5 ദിവസം ഉണക്കാൻ വേണ്ടി പേപ്പറിൽ വെച്ചിട്ട് ഉണക്കുക. വെയിലത്ത് വെക്കാൻ പറയുന്നില്ല, അല്ലാതെ തന്നെ ഉണക്കുക. എന്നാൽ എത്രത്തോളം വെച്ചിക്കാൻ പറ്റുമോ നല്ല പൊടിഞ്ഞെടുക്കുന്ന സ്റ്റേജ്. ഇത് എത്ര പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും വേണ്ട കുരു നിങ്ങൾ സേവ് ചെയ്ത് എടുക്കുക. ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് പൊടിച്ച് തരി ആ ഒരു സ്റ്റേജ് കിട്ടും. അതും കുറച്ച് ഹണിയും കൂടെ ചേർന്നാൽ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ, ഹണി മാത്രമല്ല കുറച്ച് വേണമെങ്കിൽ വെള്ളം കൂടെ ആഡ് ചെയ്യാം, കുറച്ച് ഒത്തിരി വേണ്ട, ഫേസിൽ സ്ക്രബ് ചെയ്യാൻ നിങ്ങൾക്ക് ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റും. വൈറ്റമിൻ സി ചേർന്ന സാധനമാണ് നമ്മുടെ ഓറഞ്ച് എന്ന് പറയുന്നത്. ഓറഞ്ച് സീഡിനും അത്രയും ഗുണങ്ങളുണ്ട്. പോസ് ഉണ്ടല്ലോ, നമ്മുടെ പോസ് ഒന്ന് ക്ലോസ് ആവാൻ, ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ ഈ ഒരു സ്ക്രബ് നല്ലൊരു റിസൾട്ട് കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് ഒത്തിരി ഐറ്റംസ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഇനി പാക്ക് ഐറ്റംസ് മാറ്റി, അതായത് കെമിക്കൽ ബേസ്ഡ് ചെയ്യുന്ന സ്ക്രബ് മാറ്റിയിട്ട് ഈ ഒരു സ്ക്രബ് വീക്ക്ലി 2 അത് യൂസ് ചെയ്യാൻ. ആഴ്ചയിൽ വീക്ക്ലി 2 എന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ. അത്രയും പ്രോബ്ലം ഉള്ളവർ മാത്രം ആഴ്ചയിൽ ഒരു ദിവസം, ഇല്ല എങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മതി. സ്ക്രബ് ഒത്തിരി നമ്മുടെ ഫേസിൽ വേണ്ട, ജസ്റ്റ് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക. പക്ഷേ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ബെസ്റ്റ് പാക്കാണ് കേട്ടോ. ഓറഞ്ച് എന്ന് പറയുന്നത് പോലെ തന്നെ ഓറഞ്ച് സീഡിന് ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾ കയ്യിലൊന്ന് പാച്ചസ് ചെയ്ത് നോക്കുക. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ഫേസിൽ ട്രൈ ചെയ്യും. റിസൾട്ട് പറയാൻ മറക്കരുത്. ഞാൻ മിക്കവാറും വീഡിയോസ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ റിസൾട്ട് പറയാൻ ഇത്ര ബുദ്ധിമുട്ട്, ഒന്ന് റിസൾട്ട് പറഞ്ഞൂടെ? ഈ മെസ്സഞ്ചറിൽ പറയുന്നതിനേക്കാളും ഞാൻ മെസ്സഞ്ചർ കൂടുതലായിട്ട് നോക്കാറില്ല. വല്ലപ്പോഴും നോക്കുമ്പോൾ ഇത്രയും കമൻസ് കിടപ്പുണ്ടാവും. കാരണം നിങ്ങൾ യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ FBയിൽ തന്നെ പറഞ്ഞു, FBയിലായാലും യൂട്യൂബിലായാലും മാക്സിമം വരുന്ന കമൻറ്റുകൾ ഞാൻ അതിന് റിപ്ലൈ തരാറുണ്ട്. ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്, ബെസ്റ്റ് പാക്കാണ്. അതുപോലെ തന്നെ ഇതിനിടയിൽ പറയാം കേട്ടോ, ഞാൻ പുതിയതായിട്ട് കസഡിപ്സ് എന്ന് പറഞ്ഞൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും അതിൻ്റെ സപ്പോർട്ടും കൂടെ വേണം. യൂട്യൂബേഴ്സ് ആയാലും സെലിബ്രിറ്റീസ് ആയാലും ഒത്തിരി പേര് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിനിടയിൽ എൻ്റെ ഒരു കുഞ്ഞ് സംരംഭത്തിൻ്റെ കുഞ്ഞ് സപ്പോർട്ട് കൂടെ, അതുകൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.